സംവിധായകൻ പ്രിയദർശനും ഗാനഗന്ധർവൻ യേശുദാസും തമ്മിൽ പിണക്കത്തിലാണ് എന്ന് പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. കഥ ഇങ്ങനെയായിരുന്നു. 1985 തരങ്ങണി സ്റ്റുഡിയോസിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഈ സിനിമയുടെ സംവിധായകനാണെന്ന് പറഞ്ഞിട്ട് പോലും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നും പ്രിയദർശനെ യേശുദാസ് ഇറക്കി വിടുകയായിരുന്നു. അന്നു മുതൽ യേശുദാസിനോട് പിണങ്ങിയ പ്രിയദർശൻ തന്റെ സിനിമയിലെ പാട്ടുകളൊക്കെ തന്റെ കൂട്ടുകാരനായ MG ശ്രീകുമാറിന് കൊടുത്തു. അങ്ങനെ MG ശ്രീകുമാർ വലിയൊരു ഗായകനായി മാറി. കൈരളി ടിവിയിൽ ജോൺ ബ്രിട്ടാസിന് കൊടുത്തൊരു ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം. എന്നെ ഇറക്കി വിടുന്നു വിത്തൗട്ട് വെദർ ഹി നോസ് ഐ ആം ദ ഡയറക്ടർ ഓർ ഐ ഡോണ്ട് നോ. പോകാൻ പറയുന്നു. ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം അതൊരു സിനിമയായിരുന്നു അത് ബോയിങ് എന്ന് പറഞ്ഞ സിനിമ. അത് ആക്ച്വലി അതൊരു ഇന്റൻഷനലൊന്നുമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 1984 മാർച്ച് 17 ചാൾസ് ഡിക്കൻസിന്റെ പ്ലേ ദ സ്ട്രേഞ്ച് ജെന്റിൽമാൻ എന്ന ഡ്രാമയെ ആസ്പദമാക്കി റിലീസായിട്ടുള്ള പൂച്ചക്കൊരു മൂക്കുത്തി എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായ പ്രിയദർശന്റെ അരങ്ങേറ്റം. 1985 സെപ്റ്റംബർ 1 റിലീസായ ബോയിങ്ങിന് ശേഷവും ഗാനഗന്ധർവൻ യേശുദാസും പ്രിയദർശനും പല സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. 1985 ആഗസ്റ്റ് 9 റിലീസായിട്ടുള്ള അരം പ്ലസ് അരം കിന്നരം. 1986 ജനുവരി 2 റിലീസായിട്ടുള്ള ദീം തരികിടത്തോ. 1986 ഏപ്രിൽ 11 റിലീസായിട്ടുള്ള ഹെലോ മൈ ഡിയർ റോങ് നമ്പർ. 1986 നവംബർ 14 റിലീസായിട്ടുള്ള രാക്കുയിലിൻ രാഗസവസി. 1986 ഒക്ടോബർ 9 റിലീസായിട്ടുള്ള താളവട്ടം. 1987 ജൂൺ 8 റിലീസായിട്ടുള്ള ചെപ്പ്. 1990 ഏപ്രിൽ 14 റിലീസായിട്ടുള്ള കടത്തനാടൻ അമ്പാടി. അതിനുശേഷം ദാസേട്ടൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 1999 ഏപ്രിൽ 15 റിലീസായിട്ടുള്ള പ്രിയദർശന്റെ മേഘം എന്ന സിനിമയിൽ 2 പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മമ്മൂക്ക ഇടപെട്ടാണ് ദാസേട്ടനെ കൊണ്ട് ആ 2 പാട്ടുകളും പാടിച്ച എന്ന കഥകൾ ഇപ്പോഴും പുറത്തുണ്ട്. ഒന്ന് ചീനാലാണ് മറ്റൊന്നിന് വളമാവും എന്ന് പറഞ്ഞ പോലെ MG ശ്രീകുമാറിന്റെ കുതിച്ചുയരൽ അവിടെ നിന്നായിരുന്നു. എല്ലാ പ്രിയദർശൻ പടത്തിലും MG ശ്രീകുമാർ പാടാൻ തുടങ്ങി. പാട്ടുകൾ സൂപ്പർ ഹിറ്റായി. MG ശ്രീകുമാറിന്റെ മാർക്കറ്റ് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. പ്രിയദർശന്റെ മറ്റേതെങ്കിലും സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റിൽ പറയാവുന്നതാണ്. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കും സിനിമാ വാർത്തകൾക്കും ഫോളോ ചെയ്യുക.